ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ. ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്നിച്ചു വന്യന്മാരെ. ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. എല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ഇവിടെ യുദ്ധകാണ്ഡത്തിലെ കാലനേമി വധം തൊട്ട് പാരായണം ചെയ്യാൻ ആരംഭിക്കുകയാണ്. കാലനേമീക്ഷണദാചരനന്നേരം മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിടിനാൻ. രാക്ഷസരാജ ദുഷ്ടാത്മന്മതി മതി രൂക്ഷതാഭാവമിതു കൊണ്ടു കിം ഫലം. നിന്നുടെ ശാസനം ഞാൻ അനുഷ്ഠിപ്പനതെന്നുടെ സൽഗതിക്കെന്നു ധരിക്കനി. സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിനു ഞാൻ അദ്യ സമുദ്യക്തനായേൻ മടിയാതെ എന്നു പറഞ്ഞു ഹിമാദ്രി പാർശ്വേഭൃശം ചെന്നിരുന്നാൻ. മുനിവേഷമായി തക്ഷണി കാണായിതാശ്രമം മായാവിരചിതം നാനാമുനിജനസേവിതമായതും ശിഷ്യജനപരിചാരക സംയുത ഹൃഷ്യാശ്രമം കണ്ടു വായുതനയനും ചിന്തിച്ചു നിന്നാനിവിടെയൊരാശ്രമം എന്തുമൂലം പണ്ടു കണ്ടിട്ടുമില്ലനൻ. മാർഗവിഭ്രംശം വരികയോ കേവലമോർക്കേണമെന്മനോവിഭ്രം. അല്ലല്ലേ നാനാപ്രകാരവും താപസനെ കണ്ടു പാനീയപാനവും ചെയ്തു ദാഹം തീർത്തു. കാണാമഹൌഷധം നിൽക്കും അത്യുന്നതം ദ്രോണാചലം രഘുപുങ്കവാനുഗ്രഹാൻ. ഇത്തന്നു രൂപിച്ചൊരു യോജനായതം വിസ്താരമാണ്ഡമായ ആശ്രമം രംഭാവനാസ കർജൂരം കേരമാദ്രി സമ്പൂർണമത്യച്ഛതോയവാഭിയുധം. കാലനേമിത്രിയാമാചരണം തത്ര ശാലയ്യ ഹൃത്രിക് സദസ്യാദികളോടും ഇന്ദ്രയാഗം ദൃഢമമ്മാർ അനുഷ്ഠിച്ചു. ചന്ദ്രചൂഡപ്രസാദം വരുത്തിയിടുവാൻ ഭക്ത്യാ ശിവപൂജയും ചെയ്തു വാഴുന്ന തഞ്ചരേന്ദ്രനാം താപസ ശ്രേഷ്ഠനെ വീണു നമസ്കാരവും ചെയ്തുടഞ്ചക. പ്രാണതനയനും ഇങ്ങനെ ചൊല്ലിന. രാമദൂതോഹം ഹനുമാനിധി മമ നാമം പവനജനഞ്ജനാനന്ദന്. രാമകാര്യാർത്ഥമക്ഷിരാംബുരാശിക്കു സാമോദമിന്നു പോകുന്നു തപോനിധി. ദേഹരക്ഷാർത്ഥം ഇവിടേക്കു വന്നിതു ദാഹം പൊറാഞ്ഞു തണ്ണീർ കുടിച്ചിടുവാൻ. എങ്ങു ജലസ്ഥലമെന്നരുൾ ചെയ്യണം എങ്ങുമേ പാർക്കരുത് മനോഗതം. മാരുതി ചൊന്നതു കേട്ടു നിശാചരൻ കാരുണ്യഭാവം നടിച്ചു ചൊല്ലിടിനാൻ. മാമകമായ കമണ്ഡലസ്ഥ ജലം അമയം തിരുവോളം കുടിച്ചിടുക. പക്വഫലങ്ങളും ഭക്ഷിച്ചനന്തരം ദുഃഖങ്ങളഞ്ഞു കുറഞ്ഞൊന്നുറങ്ങുക. ഏതും പരിഭ്രമിക്കേണ്ട ഭവാനി. നീ ഭൂതവും ഭവ്യവും മേലിൽ ഭവേപ്പദം ദിവ്യദൃശ കണ്ടറിഞ്ഞിരിക്കുന്നിതു സുവ്യക്തമായതു കൊണ്ടു ചൊല്ലിടുവൻ. വാനരന്മാരും സുമിത്രാതനയനും മാനവ വീര നിരീക്ഷിതരാകയ മോഹവും തീർന്നെഴുന്നേറ്റിതെല്ലാവരും ആഹവത്തിനൊരു മിച്ചു നിന്നിടിനാൻ. ഇത്തമാകർണ്യ ചൊന്നാൻ കവി പുങ്കവൻ എത്രയും കാരുണ്യശാലിയല്ലോ ഭവൻ.
പോരാകമണ്ഡലോ സംസ്ഥിതമാജലം വായുതനയനെ വഞ്ചൊന്ന നേരത്തു മായാവിരചിതനായ വടുവിനെ തോയാകരം ചെന്നു കാട്ടിക്കൊടുക്കുന്നു ഭൂയോ മുതാകാലനേമിയും ചൊല്ലിന നേത്ര നിമീലനം ചെയ്തു പാനീയവും പിതമമാന്തികം പ്രാപിക്ക സത്തരം എന്നാൽ നിനക്കൗഷധം കണ്ടു കിട്ടുവാൻ ഇന്നു നല്ലൊരു മന്ത്രോപദേശം ചെയ്യുവൻ എന്നതു കേട്ട് വിശ്വാസേന മാരുതി ചൊന്നാനയച്ച വടുവിനോടും മുതാ കണ്ണു മടച്ചു ചുവാപീതടം പ്രാപിച്ചു തണ്ണീർ കുടിപ്പാൻ തുടങ്ങും ദശാന്തരി വന്നു ഭയങ്കരിയായ മകരിയും ഉന്നതനായ മഹാകവി വീരനെ തിന്നു കളവാനൊരും പെട്ട നേരത്തു കണ്ണു മിഴിച്ചു കവീന്ദ്രനും നോക്കിനാൻ വക്തം പിളർന്നു കണ്ടൊരു മകരിയെ ഹസ്തങ്ങൾ കൊണ്ടു പിളർന്നാൻ കപീവരം ദേഹമുപേക്ഷിച്ചു മേൽപോട്ടു പോയതു ദേഹിയം മിന്നൽ പോലെ തദത്യത്ഭുതം ദിവ്യവിമാനദേശേ കണ്ടിതന്നേരം ദിവ്യരൂപത്തോടു നാരീമണിയെയും ചേതോഹരാംഗിയാം അപ്സര ശ്രീമണി പാദാത്മജനോട് ചൊന്നാളതു നേരം നിന്നുടെ കാരുണ്യമുണ്ടാകയാൽ എനിക്കിന്നു വന്നു ശാപമോക്ഷം കപീവര മുന്നമൊരപ്സര സ്ത്രീ ഞാനൊരു മുനി തന്നുടെ ശാപേന രാക്ഷസിയായതും ധന്യമാലീതിമേ നാമം മഹാമതേ മാന്യനാം നീയൊന്നു ധരിക്കണം അത്ര പുണ്യാശ്രമേ നീ കണ്ട താപസൻ നക്തഞ്ചരൻ കാലനേമി മഹാഖലൻ രാവണ പ്രേരിതനായി വന്നിരുന്നവൻ താവക മാർഗവിഘ്നം വരുത്തിടുവാൻ താപസ വേഷം ധരിച്ചിരിക്കുന്നതും താപസദേവ ഭൂദേവാദി ഹിംസകൻ ദുഷ്ടനെ വേഗം മതിച്ചു കളന്നിനി പുഷ്ടമോദം ദ്രോണപർവ്വതം പ്രാപിച്ചു ദിവ്യൌഷധങ്ങളും കൊണ്ടങ്ങു ചെന്നിനി ക്രവ്യാധവംശമശേഷമുടുക്കുക ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു വാനരാവീരാകുശലം ഭവിക്കതേ പോയാളി വണ്ണം പറഞ്ഞവൾ മാരുതി മായാവിയാങ്കാലനേമി തന്നന്തികെ ചെന്നാനവനോടു ചൊന്നാനസൂരനും വന്നിടുവാനിത്ര വൈകിയതെന്തടോ മൂലമന്ത്രോപദേശം ചെയ്വനാശുനാൻ ദക്ഷിണ എന്തെന്ന ഭീവാദ്യവും ചെയ്യുക ദക്ഷനായി വന്നുകൂടും ഭവാൻ നിർണയം തൽക്ഷണി മുഷ്ടിയും ബദ്ധ്വാ ദൃഢതരം രക്ഷപ്രവരോത്തമാങ്കേ കബീവരൻ ഒന്നടിച്ചാനതു കൊണ്ടവനും തഥാ ചെന്നുപോക്കിയിടിനാൻ ധർമ്മരാജാലയം. അടുത്തതായി പാരായണം ചെയ്യുന്നത് ദിവ്യ ഔഷധ ഫലത്തെക്കുറിച്ചാണ്. ക്ഷീരാർണവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും വിധ ഔഷധവാസാം ഹൃഷാഭാദ്രിയം കണ്ടിതൗഷധം ഒന്നുമേ കണ്ടതുമില്ലല്ലോ. കാണാനുകോപിച്ചു പർവ്വതത്തെ പരിചേണാംഗബിംബ കണക്കെ പിടിച്ചവൻ കൊണ്ടുവന്നൻപോടു രാഘവൻ മുമ്പിൽ വച്ചിണ്ട തീർത്തിയിടിനാൻ വമ്പടയ്ക്ക നേരം കൊണ്ടൽ നേർവർണ്ണനും പ്രീതി പൂണ്ടാൻ നീല കണ്ടനുമാനന്ദമായി വന്നിതേറ്റവും ഔഷധത്തിൻ കാറ്റു തട്ടിയ നേരത്തു ദോഷമകന്നെഴുന്നേറ്റിതെല്ലാവരും മുന്നമിരുന്ന വണ്ണം തന്നെയാക്കണമെന്നു തന്നെ ശൈലമില്ലൊരു സംശയം അല്ലായിലെങ്ങനെ രാത്രി ജരബലം കൊല്ലുന്നിതെന്നരുൾ ചെയ്തോരനന്തരം കുന്നുമെടുത്തുയർന്നാൻ കപിപുങ്കവൻ വന്നാനര നിമിഷം കൊണ്ട് പിന്നെയും യുദ്ധേ മരിച്ച നിശാചരന്മാരുടെ നക്തഞ്ചരേന്ദ്ര നിയോഗേന രാക്ഷസർ വാരാനിധിയിലിട്ടിടിനാരെന്നതു കാരണം ജീവിച്ചതില്ല രക്ഷോഗണം. അടുത്തതായി പാരായണം ചെയ്യുന്നത് കുംഭ നികുംഭ വധത്തെക്കുറിച്ചാണ്. രാഘവന്മാരെ മഹാകവി വീരരും ശോകമകന്നു തെളിഞ്ഞു വാഴും വിധോ മർക്കട നായകന്മാരോട് ചൊല്ലിനാർ അർക്കതനയനും അങ്കദനും തഥാ നിൽക്കരുതാരും പുറത്തിനി വാനരരൊക്കെ കടക്ക മുറിക്കാം മതിലുകൾ വയ്ക്ക ഗൃഹങ്ങളിലൊക്കവേ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്ക തെരുതെരേ ഉപതടാകങ്ങൾ തൂർക്ക കിടങ്ങുകൾ ഗോപുരദ്വാരാവധി നിരത്തിടുക മിക്കതുമൊക്കെയൊടുങ്ങി നിശാചരരുൾക്കരുത്തുള്ളവരെന്നുമുണ്ടെങ്കിലോ വെന്തു പുറഞ്ഞാൽ പുറത്തു പുറപ്പെടും അന്തകൻ വീട്ടിനയക്കാം മനുക്ഷണം എന്നതു കേട്ടവർ കൊള്ളിയും കൈക്കൊണ്ടു ചെന്നു തെരുതെരെ വച്ചു തുടങ്ങിന പ്രാസ
പ്രാസാദഗോപുര ഹർമ്മ്യഗേഹങ്ങളും കാശീസകാഞ്ചനരൂപ താമ്രങ്ങളും ആയുധശാലകളാഭരണങ്ങളും ആയതനങ്ങളും മജ്ജനശാലയും വാരണവൃന്ദവും വാജീസമൂഹവും തേരുകളും ബിന്ദു വീണിടുന്നു സ്വർഗലോകത്തോളം എത്തി ദഹനനും സക്രനോടങ്ങറിയിപ്പാനനാകുലം മാരുതി ചുട്ടതിയിലേറി നന്നായി ചമച്ചൊരു ലങ്കാപുരം ഭൂതിയായി വന്നിതു രാത്രി ജരാസ്ത്രീകൾ വെന്തലറിപ്പാനും ആർത്തി മുഴുത്തു തെരുതെരെ ചാകയും മാർത്താണ്ഡ ഗോത്രജനാകിയ രാഘവൻ കൂർത്തുമോർത്തുള്ള ശരങ്ങൾ പൊഴിക്കയും ഗോത്രാരിചിത്തം ജയിച്ചതുമെത്രയും വാർത്തോളം അത്ഭുതമെന്നു പറയുകയും രാത്രീഞ്ചരന്മാർ നിലവിളി ഘോഷവും രാത്രീഞ്ചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും മാനവേന്ദ്രൻ ധനുർധ്യാനാഥ ഘോഷവും ആനകൾ വെന്തലറിയിടുന്ന ഘോഷവും വാനരന്മാർ നിന്നലറുന്ന ഘോഷവും ദീനത പൂണ്ട തുരകങ്ങൾ നാദവും സന്തതം തിങ്ങി മുഴങ്ങി ചമഞ്ഞിതു ചിന്താമുഴുത്തു ദശാനന വീരനും കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളൊരു കുംഭനോടാശു നീ പോകെന്നു ചൊല്ലിനാൻ തമ്പിയായുള്ള നികുംഭനും അന്നേരം മുമ്പിൽ ഞാനെന്നു മുതിർന്നു പുറപ്പെട്ടാൻ കമ്പനൻ ദാനം പ്രജങ്കനും എത്രയും വൻപുള്ള യുഭാഷനും ശോണിദാഷനും വൻപടയോടും പുറപ്പെട്ടു ചെന്നളവിംബം കലർന്നെടുത്താൻ കപിവീരൻ രാത്രിയിലാർത്തങ്ങടുത്തു പുരോധയൊരു രാത്രീഞ്ചരന്മാർ തിരുത്തെരെ ചാകയും കൂർത്ത ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ടു കവികളും ഗാത്രങ്ങൾ ഭേദിച്ചു ധാത്രിയിൽ വീഴുകയും ഏറ്റു പിടിച്ചു മടിച്ചു മിടിച്ചും അങ്ങേറ്റം കടിച്ചും പൊടിച്ചും പരസ്പരം ചീറ്റം മുഴുത്തു പറിച്ചും മരാമരം തോറ്റുപോകായെന്നു ചൊല്ലിയെടുക്കുകയും വാനര രാക്ഷസന്മാർ പൊരുതാരഭിമാനം നടിച്ചും ത്യജിച്ചും കളേപരം 4-5 നാഴിക നേരം പൊരുതപ്പോൾ കാലാപുരി പൊക്കിതേറ്റ രക്ഷോഗണം കമ്പനൻ വൻപോടടുത്താനതു നേരം അമ്പുകൊണ്ടേറ്റ മകന്നു കവികളും കമ്പം കലർന്നൊഴിച്ചാരതു കണ്ടത ജമ്പാരി നന്ദന പുത്രനും കോപിച്ചു കമ്പനൻ തന്നെ വധിച്ചോരനന്തരം പിമ്പേ തുടർന്നങ്ങടുത്താൻ പ്രജങ്കനും യുപാക്ഷനും തഥാ ശോണിത നേത്രനും കോപിച്ചെടുത്താരതു നേരമംഗതൻ കൗണപന്മാർ മൂവരോടും പുരോധീക്ഷീണനായി വന്നിതു ബാലീതനയനും മൈന്ദനുമാശു വിവിധനുമായി തത്ര മന്ദേതരം വന്നടുത്താരതു നേരം പിന്നെയവണ്ണം വിവിധൻ മഹാബലൻ കൊന്നിതു ശോണിതൻ നേത്രനെയുമത മൈന്ദനയുപാഷനെ കൊന്നു വീഴ്ത്തിന നക്തഞ്ചര വരന്മാരവർ 4 മൃത്യുപുരം പ്രവേശിച്ചോരനന്തരം കുംഭരണന്യോ ശരം പൊഴിച്ചിടിനാൻ വമ്പരാമാനരന്മാരൊക്കെ മണ്ടിനാൻ സുഗ്രീവനും തേരിലാമാറു ചാടി വീണുഗ്രതയോടവൻ വിൽക്കളഞ്ഞിടിനാൻ മുഷ്ടിയുദ്ധം ചെയ്ത നേരത്തു കുംഭനെ പെട്ടെന്നെടുത്തെറിഞ്ഞിടിനാൻ അബ്ദിൽ വാരാനിധിയം കലക്കി മറിച്ചതി ഘോരനാം കുംഭൻ കരേറി വന്നിടിനാൻ സൂര്യാത്മജനും അതു കണ്ടു കോപിച്ചു സൂര്യാത്മജാലയത്തിനയച്ചിടിനാൻ സുഗ്രീവനഗ്രജനെ കൊന്ന നേരം അത്യുഗ്രൻ നികുംഭൻ പരീഘവുമായുടെ സംഹാരരുദ്രനെ പോലെ രണാജിനെ സിംഹനാഥൻ ചെയ്തെടുത്താനതു നേരം സുഗ്രീവനെ പിന്നിലിട്ടു വാദാത്മജൻ അഗ്രേ ചെറുത്താൻ നികുംഭനെ തക്ഷണേ മാരുതി മാറിലടിച്ചാ നികുംഭനും പാലിൽ നുറുങ്ങി വീണു തൽപരീഘവും ഉത്തമാംഗത്തെ പറിച്ചെറിഞ്ഞാനതി ക്രുദ്ധനായൊരു ജഗത്പ്രാണപുത്രനും പേടിച്ചു മണ്ടിനാ ശേഷിച്ച രാക്ഷസൻ കൂടെ തുടർന്നടുത്താർ കപിവീരരും ലങ്കയിൽ പുക്കടച്ചാരവരും ചെന്നു ലങ്കേശനാടറിയിച്ചാരവസ്ഥകളും കുംഭാദികൾ മരിച്ചോരോ ദന്തം കേട്ടു ജമ്പാരി വൈരിയും ഭീതി പുണ്ടിടിനാൻ. അടുത്തതായി പാരായണം ചെയ്യാൻ പോകുന്നത് മകരാക്ഷ വധത്തെക്കുറിച്ചാണ്. പിന്നീഖരാത്മജനമകരാക്ഷനോട് അന്യൂനകോപേന ചൊന്നാൻ ദശാനനൻ ചെന്നു നീരാമാദികളെ ജയിച്ചിങ്ങു വന്നിടുകെന്ന നേരം മകരാക്ഷനും തന്നുടെ സൈന്യസമേതം പുറപ്പെട്ടു സന്നാഹം മൂടുമടുത്തോരണാങ്കണെ പന്നകതുല്യങ്ങളായ ശരങ്ങളെ വന്യകയിലാകാരമായി ചുരുങ്ങിടിനാൻ. നിന്നുകൂടാനു ഭയപ്പെട്ടു വാനരർ ചെന്ന ഭയം തരികെന്നു രാമാന്തികെ നിന്നു പറഞ്ഞതു
കേട്ടളവേ രാമചന്ദ്രനും വില്ലും കുഴിയെ കുലച്ചുടൻ വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോടും നില്ലെന്നണഞ്ഞു ബാണങ്ങൾ തൂകിടിനാൻ ഒന്നിനൊന്നൊപ്പമായി എയ്താൻ മകരാക്ഷനും ഭിന്നമായി ശരീരം കമലാക്ഷനും അന്യോന്യമൊപ്പം പൊരുതു നിൽക്കുന്നേരം ഒന്നു തളർന്നു ചമഞ്ഞു ഖരാത്മജൻ. അപ്പോൾ കൊടിയും കുടയും കുതിരയും തൽപ്പാണി തന്നിലിരുന്നൊരു ചാപവും തേരും പൊടിപ്പെടുത്താനിതു രാഘവൻ സാരഥി തന്നെയും കൊന്നാനതു നേരം. പാരിലം മാറുചാടി ശൂലവും കൊണ്ട് പാരമെടുത്ത മകരാക്ഷനെ തഥാ പാവകാസ്ത്രം കൊണ്ട് കണ്ടവും ഛേദിച്ചു ദേവകൾക്കാപത്തു മുട്ടു തീർത്തിയിടിനാൻ. രാവണി താനതറിഞ്ഞു കോപിച്ചു വന്നേവരെയും പൊരുതാശു പുറത്താക്കി രാവണനോടറിയിച്ചാനതു കേട്ടു ദേവകുലാന്തകനാകിയ രാവണൻ ഈരേഴു ലോകം നടുങ്ങും പരിചാരകന്മാരോടുകൂടി പുറപ്പെട്ടാൻ. അപ്പോൾ അത് കണ്ടു മേഘനിനാഥന് തൽപാദയുഗ്മം പണിഞ്ഞു ചൊല്ലിയിടിനാൻ. ഇപ്പോൾ അടിയനരികളെ നിഗ്രഹിച്ചുൾപ്പൂവിലുണ്ടായ സങ്കടം പോക്കുവൻ അന്തഃപുരം പൊക്കിരുന്നരുളിടുക സന്താപമുണ്ടാകരുതിതു കാരണം. അടുത്തതായി പാരായണം ചെയ്യുന്നത് മായ സീതാവധത്തെക്കുറിച്ചാണ്. ഇത്തം പറഞ്ഞു പിതാവിനെ വന്ദിച്ചു വൃത്രാരിചിത്തം പുറപ്പെട്ടു പോരിന യുദ്ധോദ്യമം കണ്ടു സൗമിത്രി ചെന്നു കാകുസ്തനോടിത്തമുണർത്തിച്ചരുളിനാൻ. നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണ പുത്രൻ കപീവരന്മാരെയും നമ്മയും അസ്ത്രങ്ങളെയ്തുടനന്തം വരുത്തുന്നത് എത്ര നാളേക്കു പൊറുക്കണം. ഇങ്ങനെ ബ്രഹ്മാസ്ത്രമേതു നിശാചരന്മാർകുലം ഉന്മൂലനാശം വരുത്തുക സത്വര. സൗമിത്രി ചെന്ന വാക്കിങ്ങനെ കേട്ടതാ രാമഭദ്രസ്വാമി താനുമരുൾ ചെയ്ത ആയോധനത്തിങ്കലോടുന്നവരോടും ആയുധം പോയവരോടും വിശേഷിച്ചു നേരെ വരാതവരോടും ഭയം പൂണ്ട് പാതാന്തികെ വന്നു വീഴുന്നവരോടും പൈതമഹാസ്ത്രം പ്രയോഗിക്കരുതടോ. പാതകമുണ്ടാമതല്ലായില്ലേവനും ഞാനിവനോട് പോർ ചെയ്യുവാനെല്ലാവരും ദീനതയെ നീയെ കണ്ടു നിന്നിടുവിൻ എന്നരുൾ ചെയ്തു. വില്ലങ്കുല ചന്തികെ സന്നദ്ധനായതു കണ്ടൊരു രാവണി തക്ഷണേ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ പൊക്കുമായ സീതയെ തേരിൽ വച്ചുടൻ പശ്ചിമ ഗോപുരത്തൂടെ പുറപ്പെട്ടു നിശ്ചലനായി നിന്ന നേരം കപികളും തേരിൽ മായ സീതയെ കണ്ടു ദുഃഖിച്ചു. മാരുതി താനും പരവശനായതു വാനര വീരരെല്ലാവരും കാണവേ ജാനകി ദേവിയെ വെട്ടിനാൻ ഹൃദയം. അയ്യോ വിഭോ രാമ രാമേതി വിട്ടു മയ്യൽ മിഴിയാൽ മുറ വിളിച്ചിടിന ചൊരയും പാരിൽ പറന്നിതതു കണ്ടു മാരുതി ജാനകി എന്നു തേറിടിനാൻ. ശോഭയിലേതുന്ന മുക്കിനി യുദ്ധത്തിനാപത്തിതിൽ പരമെന്തുള്ളതീശ്വര നാമിനി വാങ്ങുക സീതാവതം മമ. സ്വാമി തന്നോടുണർത്തിപ്പാൻ കപികളെ ശാഖാമൃഗാധിപന്മാരെയും വാങ്ങിച്ചു ശോകാതുരനായ മാരുതാനന്ദന് ചെല്ലുന്നതു കണ്ടു രാഘവനും തഥാ ചൊല്ലിനാൻ ജാമ്പവാൻ തന്നോടു സാകുലം. മാരുതി എന്തുകൊണ്ടിങ്ങോട്ട് പോന്നിതു പോരിൽ പുറം തിരിഞ്ഞോടു മാറില്ലവൻ നീ കൂടെയങ്ങു ചെന്നിടുക സത്വരം. ലോകേശനന്ദന പാർക്കരുതേതുമേ ഇത്തമാകന്യ വിധി സുതനം കപി സത്തമന്മാരുമായി ചെന്നു ലഘുതരം. എന്തുകൊണ്ടിങ്ങു വാങ്ങിപ്പോന്നിതു ഭവാൻ ബന്ധമെന്തങ്ങോട്ടു തന്നെ നടക്ക നീ എന്ന നേരം മരുതാത്മജൻ ചൊല്ലി ഞാൻ ഇന്നു പേടിച്ചു വാങ്ങിയിടുകയല്ല ഞാൻ ഉണ്ടൊരവസ്ഥയുണ്ടായിട്ടതിപ്പോഴേ ചെന്നു ജഗത്സ്വാമിയോടുണർത്തിക്കണം. പോരിക നീയും ഇങ്ങോട്ടിനി എന്നുടൻ മാരുതി ചൊന്നതു കേട്ടവൻ താനുമായി ചെന്നു തൊഴുതുണർത്തിച്ചിതു മൈഥിലി തന്നെ നാശവൃത്താന്തമെപ്പേരുമേ. ഭൂമിയിൽ വീണു മോഹിച്ചു രഘുത്തമൻ സൗമിത്രി താനും അന്നേരം തിരുമുടി ചെന്നു മടിയിലെടുത്തു ചേർത്തിടിനാൻ. മന്നവൻ തൻ പദം അഞ്ജനാപുത്രനും ഉത്സംഗസീമനി ചേർത്താനതു കണ്ടു നിസ്സജ്ഞരായരൊക്കെ നിന്നു കവികളും ദുഃഖം കെടുപ്പതിനായുള്ള വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി. കുമാരനും എന്തൊരു ഘോഷമുണ്ടായതെന്നാത്മനി ചിന്തിച്ച വീടേക്കു വന്നു വിഭീഷണൻ ചോദിച്ച നേരം കുമാരൻ പറഞ്ഞതു മാതരീശ്വാത്മജൻ ചൊന്ന വൃത്താന്തങ്ങൾ കയ്യിണ കൊട്ടിച്ചിരിച്ചു വിഭീഷണൻ. അയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ
ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിങ്കൽ ആരുമുണ്ടായി വരാ. മായാനിപൂണന മേഘാനിനാഥനി കാര്യമനുഷ്ഠിച്ചതെന്തിനെന്നാശുക. മർക്കടന്മാർ ചെന്നു ഭദ്രവേച്ചിടാതെ തക്കത്തിൽ ആശോനികുമ്പിലയിൽ ചെന്നു പൊക്കുടൻ തന്നെ ഹോമം കഴിപ്പതിനായി കൊണ്ടു കണ്ടൊരുപായമത്യത്ഭുതം. ചെന്നിനി ഹോമം മുടക്കേണമല്ലായെങ്കിൽ എന്നും അവനെ വധിക്കരുതാർക്കുമേ. രാഘവ സ്വാമിൻ ജയ ജയ മാനസ വ്യാകുലം തീർന്നെഴുന്നേൽക്കതയാനിതേ. ലക്ഷ്മണനും അടിയനും കപികുല മുഖ്യപ്രവരരുമായിട്ടു പോകണം. ഓർത്തുകാലം കളഞ്ഞിടരുതേതുമേ യാത്രയയക്കണമെന്നു വിഭീഷണൻ ചൊന്നതു കേട്ടളവാലസ്യവും തീർന്നു. മന്നവൻ പോവാനനുജ്ഞ നൽകിയിടിനാൻ. വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ച നേരത്തു കൃതാർത്ഥനായി ശ്രീരാമഭദ്രനും സോദരൻ തന്നെയും രാക്ഷസ പുങ്കവ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്നു ദശഗ്രീവനന്ദനൻ തന്നെയും കൊന്നു വരികെന്ന അനുഗ്രഹം നൽകിനാൻ. അടുത്തതായി പാരായണം ചെയ്യുന്ന മേഘനാഥ വധത്തെക്കുറിച്ചാണ്. ലക്ഷ്മണനോടു മഹാകപിസേനയും രക്ഷോവരനും നടന്നാരതു നേരം. മൈന്ദൻ വിവീതൻ സുഷേണൻ നളൻ നീലൻ ഇന്ദ്രാത്മജാത്മജൻ കേസരീധാരനും ശൂരൻ ഋഷഭൻ ശരഭൻ വിനോദനും വീരൻ പ്രമാദി ശതബലി ജാംബവാൻ വാദാത്മജൻ വേഗദർശി വിശാലനൻ ജ്യോതിർമുഖൻ സുമുഖൻ ബലിപുങ്കവൻ ശ്വേതന്തതിമുഖൻ അഗ്നിമുഖൻ ഗജൻ മേതുരൻ ധൂമ്രൻ ഗവായൻ ഗവാഷനും മറ്റുമിത്യാദി ചൊല്ലുള്ള കവികളും മുറ്റം നടന്നിതു. ലക്ഷ്മണൻ തന്നോടും മുന്നിൽ നടന്നു വിഭീഷണൻ താനുമായി ചെന്നു നികുമ്പിലാവുക്കു നിറഞ്ഞിതു. നക്തഞ്ചരവരന്മാരെ ചുഴലവേ നിർത്തി ഹോമം തുടങ്ങിയിടിനാൻ രാവണി. കല്ലും മലയും മരവും എടുത്തുകൊണ്ടെല്ലാവരുമായെടുത്തു കവികളും ഏറ്റുമേറും കൊണ്ടു വീണു തുടങ്ങിനാർ. അറ്റമില്ലാതോരോ രാക്ഷസ വീരരും മുറ്റുകയില്ല ഹോമം നമുക്കിങ്ങിനി പറ്റലരെ ചെറ്റ കറ്റിയൊഴിഞ്ഞെന്നു കൽപ്പിച്ചു രാവണി വില്ലും ശരങ്ങളും കെൽപ്പോടെടുത്തു പോരിഞ്ഞടുത്തിടിനാൻ. മുമ്പിൽ വേഗം പൂണ്ടെടുക്കുന്ന മാരുത സംഭവൻ തന്നെ തടുത്തു നിർത്തിയിടിനാൻ. വന്നു നികുമ്പിലയാൽ തറമേലേറി നിന്നു ദശാനന പുത്രനും അന്നേരം കണ്ടു വിഭീഷണ സൗമിത്രി നിന്നോട് കുണ്ടത തീർത്തു പറഞ്ഞു തുടങ്ങിനാൻ. വീര കഴിഞ്ഞില്ല ഹോമ മിവനെങ്കിൽ നേരെ വിളിച്ചെത്തു കണ്ടുകൂടാ ദൃഢം. മാരുതാനന്ദനൻ തന്നോട് കോപിച്ചു നേരിട്ടു വന്നതു കണ്ടതില്ലേ ഭവാൻ. മൃത്യുസമയമടുത്തി ദിവനിനി യുദ്ധം തുടങ്ങുക വൈകരുതേതുമേ. ഇത്തം വിഭീഷണൻ ചൊന്ന നേരത്തു സൗമിത്രിയും അസ്ത്രശസ്ത്രങ്ങൾ തൂകിടിന്. പ്രത്യസ്ത ശസ്ത്രങ്ങൾ കൊണ്ടു തൊടുത്തിന്ദ്രജിത്തും അസ്ത്രങ്ങളെയ്തിടിനാൻ. അപ്പോൾ കഴുത്തിലെടുത്തു മത്സുതൻ ഉൽപ്പന്നമോദം കുമാരനെ സാദരം. ലക്ഷ്മണ പാർശ്വ വിഭീഷണനെ കണ്ടു തക്ഷണം ചൊന്നാൻ ദശാനന പുത്രനും രാക്ഷസജാതിയിൽ വന്നു പിറന്ന് നീ സാക്ഷാൽ പിതൃവ്യനല്ലോ മമ കേവലം. പുത്രമിത്രാദിവർഗത്തെയൊടുക്കുവാൻ ശത്രുജനത്തിനു ഭൃത്യനായി ഇങ്ങനെ നിത്യവും വേല ചെയ്യുന്നതോർത്തിടിനാൽ എത്രയും നന്നതേ ചൊല്ലാവൂ. ഗോത്രവിനാശം വരുത്തും ജനങ്ങൾക്കു പാർത്തുകൊണ്ടോളം ഗതിയില്ല നിർണയം. ഊർധ്വലോകപ്രാപ്തി സന്തതി കൊണ്ടെത്ര സാധ്യമാകുന്നതെന്നല്ലോ ബുധമതം. ശാസ്ത്രജ്ഞനാം നീ കുലത്തെയൊടുക്കുവാൻ ആസ്തയാ വേല ചെയ്യുന്നതും അത്ഭുതം എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ. നന്നു നീയും നിൻ പിതാവും അറിയുക. നീ വംശം മുടിക്കുന്നതിന്നു നീ ഏതുമേ സംശയമില്ല വിചാരിക്ക മാനസേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഇന്നു ഞാൻ അംശുമാലി കുലനായകാനുഗ്രഹാരം. ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കുന്നേരം മങ്ങാതെ ബാണങ്ങൾ തൂക്കി കുമാരനും എല്ലാം അതെയ്തു മുറിച്ചു കളഞ്ഞതാ ചൊല്ലിനാൻ. ആശ്വസൗമിത്രി തന്നോടവൻ രണ്ടു ദിനം മമ ബാഹുപരാക്രമം കണ്ടതില്ലേ നീ കുമാര വിശേഷിച്ചും. കണ്ടുകൊൾകല്ലായിൽ ഇന്നു ഞാൻ നിന്നുടൽ കൊണ്ടു ജന്തുക്കൾക്കു ഭക്ഷണമേകുവൻ. ഇത്തം പറഞ്ഞേഴു ബാണങ്ങൾ കൊണ്ടു സൗമിത്രിയുടെ ഉടൽ കീറിനാനേറ്റവും. 10 ബാണം വായുപുത്രനെ ഏൽപ്പിച്ചു സത്വരം പിന്നെ വിഭീഷണൻ തന്നെയും 100 ശരമേതു വാനര വീരരുമേറെ മുറിഞ്ഞു വശം കെട്ടുവാങ്ങിനാർ.
തക്ഷണി ബാണം മഴ പൊഴിയും മണ്ണ ലക്ഷ്മണൻ തൂകിന സക്രാരിമേനിമേ വൃത്താരിജിത്ത ശരസഹസ്രേണ സൗമിത്രീ കവചം നുറുക്കിയിട്ടിടിന രക്താഭിഷിക്ത ശരീരികളായിതു നക്തഞ്ചരനും സുമിത്രാതനയനും പാരാമടത്തഞ്ചു ബാണം പ്രയോഗിച്ചു തേരും പൊടിച്ചു കുതിരകളെ കൊന്നു സാരഥീതൻ്റെ തലയും മുറിച്ചതി സാരമായൊരു വില്ലും മുറിച്ചിടിനാൻ മറ്റൊരു ചാപമെടുത്തു കുലച്ചവൻ അറ്റമില്ലാതോളം ബാണങ്ങൾ തൂകിനാൻ പിന്നെ മൂന്നമ്പെയ്തതും മുറിച്ചിടിനാൻ മന്നവൻ ഭക്തി കണ്ടാത്മജനന്നേരം ഊറ്റമായൊരു വില്ലും കുഴിയെ കുലച്ചേറ്റമെടുത്തു ബാണങ്ങൾ തൂകിടിനാൻ സത്തരൻ ലങ്കയിൽ പുക്കുതേരും പൂട്ടി വിദ്രുതം വന്നിതു രാവണപുത്രനും ആരുമറിഞ്ഞീല പോയതും വന്നതും നാരദൻ താനും പ്രശംസിച്ചിതന്നേരം ഘോരമായുണ്ടായ സങ്കരം കണ്ടൊരു സരസ സംഭവനാദികൾ ചൊല്ലിനാർ പണ്ടു ലോകത്തിങ്കൽ ഇങ്ങനെയുള്ള പോരുണ്ടായതില്ലിനിയുണ്ടാകയുമില്ല കണ്ടാലും ഈ ദൃശം വീരപുരുഷന്മാരുണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെ പോലെ ഇത്തം പലരും പ്രശംസിച്ചു നിൽപ്പതിൻ മധ്യേ ദിവസത്രയം കഴിഞ്ഞു വൃഷം വാസരം 3 കഴിഞ്ഞോരനന്തരം വാസവ ദൈവതമസ്ത്രം കുമാരനും ലാഘവൻ ചേർന്നു കരുണ സന്ധിപ്പിച്ചു രാഘവൻ തൻ പദാംബൂരുഹം മനസ്സെ ചിന്തിച്ചുറപ്പിച്ചയച്ചാനതു ചെന്നു പങ്ക്തി കണ്ടാത്മജൻ കണ്ടവും ഛേദിച്ചു സിന്ധുജലത്തിൽ മുഴുകി വിശുദ്ധമായി അന്തരാതോണിയിൽ വന്നു പുക്കോശരം ഭൂമിയിൽ വീണിതു രാവണി തന്നുടൽ ആമയം തീർന്നിതു ലോകത്രയത്തിനും സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനാർ പുഷ്പങ്ങളും വരിഷിച്ചാരുടനുടൻ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിനാർ നേത്രങ്ങളായിരവും വിളങ്ങി തഥാ ഗോത്രാരിദാനം പ്രസാദിച്ചിതേറ്റവും തപമകന്നു പുകഴ്ന്നു തുടങ്ങിന തപസന്മാരും ഗഗനചരന്മാര് ദ്വന്ദ്വനാദവും ഘോഷിച്ചിതേറ്റമാനന്ദിച്ചിതാശു വിരിഞ്ചനുമന്നേരം ശങ്കാവിഹീനം ചെറുനാണ്ണൊലിയിട്ടു ശങ്കും വിളിച്ചുടൻ സിംഹനാദവും ചെയ്തു വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ചരണാംബുജങ്കൂപ്പിന ഗാഠമായ ലിംഗനം ചെയ്തു രാഘവൻ ഉടമോദം മുഖർന്നിടിനാൻ മൂർധനി ലക്ഷ്മണനോടു ചിരിച്ചരുളി ചെയ്തു ദുഷ്കരമിത്രയും നീ ചെയ്ത കാര്യം രാവണി യുദ്ധേ മരിച്ചതു കാരണം രാവണൻ താനും മരിച്ചാനറിയുക നീ ക്രുദ്ധനായി നമ്മോട് യുദ്ധത്തിനായി വരും പുത്രശോകത്താലിനി ദശഗ്രീവനും. അടുത്തതായി പാരായണം ചെയ്യുന്നത് രാവണ വിലാപത്തെക്കുറിച്ചാണ്. യുദ്ധമന്യോന്യം പറഞ്ഞിരിക്കുന്നേരം പുത്രൻ മരിച്ചതു കേട്ടൊരു രാവണൻ വീണിതു ഭൂമിയിൽ മോഹം കലർന്ന ദീക്ഷിണനായി പിന്നെ വിലാപം തുടങ്ങിനാൻ. ഹഹാ കുമാര മണ്ഡോദരീ നന്ദന, ഹഹാ കുമാര വീര മനോഹര, മൽക്കർമ്മദോഷങ്ങൾ എന്തു ചൊല്ലാവതോ, ദുഃഖമിതെന്നു മറക്കുന്നതുള്ളിൽ ഞാൻ. വിണ്ണവർക്കെന്തിജന്മാർക്കും മുനിമാർക്കും ഇന്നു നന്നായി ഉറങ്ങിടുമാറായതു നമ്മയും പേടിയിൽ ആർക്കും ഇനി മമ ജന്മവും നിഷ്ഫലമായി വന്നതീശ്വര. പുത്രഗുണങ്ങൾ പറഞ്ഞും നിരൂപിച്ചു മത്തൽ മുഴുത്തു കരഞ്ഞു തുടങ്ങിനാൻ. എന്നുടെ പുത്രൻ മരിച്ചതു ജാനകി തന്നെ കാരണമെന്നതു കൊണ്ടു ഞാൻ കൊന്നവൾ തന്നെ ചോര കുടിച്ചൊഴിഞ്ഞൊന്നുമേ ദുഃഖമടങ്ങുകയില്ലമേ. ഖഡ്ഗവും മോങ്ങി ചിരിച്ചലറി തത്ര നിർഗമിച്ചിടിനാൻ ക്രുദ്ധനാം രാവണൻ. സീതയും ദുഷ്ടന രാവണനെ കണ്ടു ഭീതയായ എത്രയും വേപതു ഗാത്രിയായി. ഹാ രാമ രാമ രാമേതി ജപത്തോടും ആരാമദേശേ വസിക്കൻ ദശാന്തരെ ബുദ്ധിമാനായ സുപാർശ്വൻ നയജ്ഞൻ അത്യുത്തമൻ കർപ്പുരസത്തമം വൃത്തവാൻ രാവണൻ തന്നെ തടുത്തു നിർത്തി പറയാവതെല്ലാം പറഞ്ഞിടിനാൻ നീതികൾ. ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാനിഹ നിർമ്മലനെന്നു ജഗത്രയ സമ്മതം താവകമായ ഗുണങ്ങൾ വർണ്ണിപ്പതിനാവതല്ലോർക്കിൽ ഗുഹനുമനന്തനും ദേവദേവേശ്വരനായ പുരവൈരി സേവകന്മാര് പ്രധാനനല്ലോ ഭവൻ. പൗലസ്ത്യനായ കുബേര സഹോദരൻ ത്രൈലോക്യ വന്ധ്യന പുണ്യജനാധിപൻ
സമവേദജ്ഞൻ സമസ്തവിദ്യാലയൻ വാമദേവാദിവാസാത്മാജിതേന്ദ്രിയൻ വേദവിദ്യാവ്രത സ്നാനപരായണൻ ബോധവാൻ ഭാർഗവ ശിഷ്യൻ വിനയവാൻ എന്തിരിക്കെ ഭവാൻ ഇന്നു യുദ്ധാന്തരെ നന്നു നന്നെത്രയും ഓർത്തു കൽപ്പിച്ചത് ശ്രീവധമാകിയ കർമ്മത്തിനാശു നീ ഭാവിച്ചതും തവ ദുഷ്കീർത്തി വർദ്ധന രാത്രി ജരേന്ദ്ര പ്രവര പ്രഭോമയ സാർദ്ധം വിരവോട് പോരിക പോരിനായി മാനവന്മാരെയും വാനരന്മാരെയും മാനേന പോർ ചെയ്തു കൊന്നു കളഞ്ഞു നീ ജാനകി ദേവിയെ പ്രാപിച്ചു കൊള്ളുക മനസ്സ താപവും ദൂരെ നീക്കിയിടുക നീതിമാനായ സുപാർശ്വൻ പറഞ്ഞതോ യാതുദാനാദീപൻ കേട്ടു സന്തുഷ്ടനായി ആസ്ഥാന മണ്ഡപേ ചെന്നിരുന്നെത്രയും ആസ്തയാ മന്ത്രികളോടും നിരൂപിച്ചു ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി പുഷ്ടരോഷം പുറപ്പെട്ടിതു പോരിനെ ചെന്നു രക്ഷോബലം രാമനോട് േറ്റള ഒന്നൊഴിയാതെയൊടുക്കിനാൻ രാമനും മന്നവൻ തന്നോട് തീർത്തതോ രാവണൻ നിന്നു പോർ ചെയ്താൻ അഭേദമായി നിർഭയം പിന്നെ രഘുത്തമൻ ബാണങ്ങളെയ്തു ഭിന്നമാക്കിയിടിനാൻ രാവണ ദേഹവും പാരം മുറിഞ്ഞു തളർന്നു വശം കെട്ടു ധീരതയും വിട്ടു വാങ്ങി ദശാനനൻ പോരുമിനി മമ പോരുമെന്നോർത്തതിൽ വീരുവായി ലങ്കാപുരം ബുക്കനന്തരം. ഇതോടുകൂടി ഈ അധ്യായം ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വിനീതമായ നമസ്കാരം.